അടുത്തതായിട്ട് നമുക്ക് പഠിക്കാൻ പോകുന്നത് വ്യാഴത്തെക്കുറിച്ചാണ്. നമുക്കറിയാം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ വ്യാഴമാണ്. മുമ്പ് നമുക്കറിയാം വ്യാഴത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരായിട്ട് മാറി? ശനിയായിട്ട് മാറി അല്ലേ. 82ഓളം ഉപഗ്രഹങ്ങൾ ആർക്കുണ്ട് ഇപ്പോൾ? ശനി. 2019 അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ നടന്നത്. ഇത് സൂര്യനിൽ നിന്നുള്ള അകലം, വ്യാഴത്തിലേക്കുള്ള അകലം എത്രയാണെന്ന് ചോദിച്ചാൽ 5.20 ആസ്ട്രോണമിക്കൽ അല്ലെങ്കിൽ 5.2 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ ഭ്രമണകാലം എന്ന് പറയുന്നത് 10 മണിക്കൂറാണ്. ഏകദേശം 9.84 മണിക്കൂറാണ്. ഭ്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹമെന്ന് ചോദിച്ചാലും വ്യാഴം തന്നെയാണ്. ഏകദേശം 10 മണിക്കൂർ കൊണ്ട്, അപ്രോക്സിമേറ്റ് ആണ് നമ്മൾ പറയുന്നത്, 10 മണിക്കൂർ കൊണ്ട് സ്വയം അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നു. എന്ന് വെച്ചാൽ വ്യാഴത്തിലെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 10 മണിക്കൂറാണ്. 5 മണിക്കൂർ പകൽ, 5 മണിക്കൂർ രാത്രിയായിട്ട് അങ്ങ് പോകും. പരിക്രമണ കാലം എന്ന് പറഞ്ഞാൽ 12 വർഷമാണ്. എത്രയാണ്? 12 വർഷം. 12 വർഷം. നമ്മൾ ഒരു വ്യാഴവട്ട കാലം എന്ന് പറയുന്നത് വെച്ചാൽ സൂര്യനെ വലം വയ്ക്കാൻ വേണ്ടി എടുക്കുന്നത് 12 വർഷമാണ്. അപ്പോൾ ഒരു PSCയുടെ ചോദ്യമാണ്, ഒരു വ്യാഴവട്ട കാലം എത്ര വർഷമാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? 12 വർഷമാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ താണ്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് പോവുകയാണ്. ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. ഭാരം കൂടിയ ഗ്രഹം എന്ന് ചോദിക്കാം. വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ള ഗ്രഹം എന്ന് ചോദിക്കാം. ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡുള്ള ഗ്രഹം എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പാലായന പ്രവേഗമുള്ള ഗ്രഹമെന്ന് ചോദിക്കാം. ഇതൊക്കെ ഏതാണ്? വ്യാഴമാണ്. അതായത് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം നേരത്തെ വ്യാഴമായിരുന്നു. ഇപ്പോൾ അതല്ല. ആരാണ്? ശനിയാണ്. ഏറ്റവും വേഗത്തിൽ ഭ്രമണം ചെയ്യുന്ന ഗ്രഹം. അതാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്, ഏറ്റവും കുറഞ്ഞ ദിനരാത്രങ്ങൾ അല്ല, 5 മണിക്കൂർ പകലും 5 മണിക്കൂർ രാത്രിയും. ജിയുടെ ബലം എത്രയാണ് വ്യാഴത്തിൽ? ജിയുടെ ബലം എന്ന് ചോദിച്ചാൽ 23.1 മീറ്റർ/സെക്കൻഡ് സ്ക്വയറാണ്. വ്യാഴത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി 59.5 km/s ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റുകളാണ്. ഗുരുത്വാകർഷണ ബലം കൂടുതലാണ്, പാലായന പ്രവേഗം കൂടുതലാണ്, വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹമാണ്, ഏറ്റവും ശക്തമായ ശക്തമായ കാന്തിക വലയം ഉള്ള ഗ്രഹം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്രഹം. ഗ്രേറ്റ് റെഡ് സ്പോട്ട്. ഇവിടെ നമുക്കറിയാം ശക്തിയേറിയ കാറ്റ് വീശുന്ന സ്ഥലത്ത്, വ്യാഴത്തിൽ ശക്തിയേറിയ കാറ്റ് വീശുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്പോട്ട് രൂപപ്പെടും. അതിന് ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്നും അതുപോലെ തന്നെ ലിറ്റിൽ റെഡ് സ്പോട്ട് ഒരു അടയാളം രൂപപ്പെടും അല്ലേ. അപ്പോൾ ഈ വലിയ ചുവന്ന പൊട്ട് അല്ലെങ്കിൽ ചെറിയ ചുവന്ന പൊട്ട് എന്നിവ കാണപ്പെടുന്ന ഗ്രഹമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വ്യാഴമാണ്. എന്നാൽ വലിയ വെളുത്ത പൊട്ടെന്ന് ചോദിച്ചാൽ ഏതാണ്? ശനിയാണ്. അതുപോലെ തന്നെ ഭൗമഗ്രഹം, ബൃഹസ്പതി, ചെറിയ സൗരയൂഥം, മിനി സോളാർ സിസ്റ്റം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ വ്യാഴമാണ്. വ്യാഴത്തിൻ്റെ അതിൻ്റെ ഉപഗ്രഹങ്ങളോട് ചേർന്നിട്ടാണ് നമ്മൾ മിനി സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് വ്യാഴത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങളാണ് ഗാനിമേഡ്, അയോ, കാലിസ്റ്റോ, യൂറോപ്പ. ഗലീലിയൻ സാറ്റലൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഗലീലിയോ ആണ് കണ്ടെത്തിയത്. ഗാനിമേഡ്, അയോ, കാലിസ്റ്റോ, യൂറോപ്പ ഇതൊക്കെ എന്താണ്? വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ്. ഗാനിമേഡാണ് സൗരത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം. നമുക്കറിയാം 12 വർഷം കൊണ്ടാണ് സൂര്യനെ ഗ്രഹം ചുറ്റുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന വ്യാഴം ചുറ്റുന്നത്. ഇതിനെയാണ് ഒരു വ്യാഴവട്ടക്കാലം എന്ന് വിഷയം. എന്ന് വെച്ചാൽ ഈ വ്യാഴത്തിൻ്റെ പരിക്രമണ കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? 12 വർഷക്കാലമാണ്. അടുത്ത വ്യാഴവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഗവേഷണങ്ങളെക്കുറിച്ചാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞ. 1972 അമേരിക്ക വിക്ഷേപിച്ചതാണ് പയനിയർ 10, പയനിയർ 10. 1973 അമേരിക്ക അയച്ച പയനിയർ സെക്കൻഡ് ഉണ്ട്. ഇതാണ് നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു പഠനം, നമ്മുടെ വ്യാഴവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനം നടത്തിയ ഒരു സംഭവമാണ് പയനിയർ സെക്കൻഡ് 1973. അപ്പോൾ പയനിയർ 10 ഉണ്ട്, അതുപോലെ തന്നെ പയനിയർ സെക്കൻഡും ഉണ്ട്. അതുപോലെ തന്നെ വലിയ ചുവന്ന പൊട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു ശക്തിയേറിയ കാറ്റ് വീശുന്ന പ്രദേശത്ത് കാണുന്ന പ്രധാന പൊട്ടുകളെയാണ്, അടയാളത്തെയാണ് നമ്മൾ വലിയ ചുവന്ന പൊട്ട്. ഈ വലിയ ചുവന്ന പൊട്ടിനെ കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ചതും ആര് തന്നെയാണ്? വോയേജർ 2 എന്ന പേടകമാണ്. അതുപോലെ തന്നെ വ്യാഴത്തെ ചുറ്റിയ ഒരേ ഒരു ബഹിരാകാശ വാഹനമാണ് ഗലീലിയോ ഓർബിറ്റർ, 1995 ഡിസംബർ 7. അതുപോലെ തന്നെ അത്ര പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. വ്യാഴത്തെക്കുറിച്ച് പഠനം നടത്താൻ വേണ്ടി വിക്ഷേപിച്ച വാഹനങ്ങളാണ് വോയേജർ ഉണ്ട്, യൂളിസസ് ഉണ്ട്, കസീനി ഉണ്ട്, ന്യൂ ഹൊറൈസൺ ഉണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്ന ഗവേഷണങ്ങളൊന്നും വ്യാഴവുമായി ബന്ധപ്പെട്ട് അങ്ങനെ PSC പരീക്ഷകൾ ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, അടുത്ത വ്യാഴത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങൾ. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത് ഗലീലിയോ ആണ്. ഗലീലിയോ കണ്ടെത്തി നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞതാണ്. ഗാനിമേഡ്, അയോ, കാലിസ്റ്റോ, യൂറോപ്പ എന്നീ ഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഗലീലിയോ കണ്ടെത്തിയാണ് ഗാനിമേഡ്, അയോ, കാലിസ്റ്റോ, യൂറോപ്പ എന്നീ ഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെ നമുക്കറിയാം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ചോദിച്ചാൽ ഏതാണ്? ഗാനിമേഡാണ്. സജീവ അഗ്നിപർവ്വതങ്ങളുള്ള ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അയോ ആണ്. ജീവൻ്റെ കണികകൾ കണ്ടെത്തിയ ഉപഗ്രഹമാണ് യൂറോപ്പ എന്ന് പറയുന്നത്. ജീവൻ്റെ കണികകൾ കണ്ടെത്തിയ ഉപഗ്രഹം ചോദിച്ചാൽ ഏതാണ്? യൂറോപ്പയാണ്. അപ്പോൾ നമ്മൾ വ്യാഴവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഇപ്പം പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകാം.